ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ആ ഒരു വർഷത്തെ സാമാന്യ നക്ഷത്ര ഫലമാണ് പറയാൻ പോകുന്നത്. അതായത് ഓഗസ്റ്റ് 27-ാം തീയതി 2025 മുതൽ മുന്നോട്ടുള്ള ആ ഒരു ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ സാമാന്യ ഫലമാണ് നക്ഷത്രഫലം. അപ്പോൾ അത് ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതിൽ മാറ്റങ്ങൾ വരാം. സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം ഈ പൊതുവെ ഒരു നല്ല ഇതായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും ഒരു വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യങ്ങളുമൊക്കെയാണ് പൊതുവെ കാണുന്നത്. പിന്നെ ഞാൻ നക്ഷത്രങ്ങളിലെ ഓരോ കൂറിൻ്റെ ബേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട്. അപ്പം ഈ അല്പം ഭാഗ്യതടസ്സങ്ങളൊക്കെ ഉള്ളവർ അവർ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്താൽ അവർക്ക് വലിയ ഐശ്വര്യത്തിലേക്കും സാമ്പത്തികത്തിലേക്കും വരാൻ സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പരിശ്രമങ്ങൾ ചെയ്യണം. നമ്മുടെ തൊഴിൽ എന്താണോ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പരിഹാരങ്ങളൂടെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൂടെ മനസ്സിലാക്കുമ്പോൾ ഗുണമുണ്ടാകുന്നത്. പിന്നെ ഗുണമുള്ളവർ ഇപ്പം നല്ല ഒരു സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ധനം വരുന്നവരുമൊക്കെ. അങ്ങനെയുള്ളവർ ആ സമയം ഏറ്റവും നല്ല സമയമാക്കി ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അവരും പരിഹാരങ്ങൾ ചെയ്യണം. ലളിതമായ പരിഹാരങ്ങളെ പറയുന്നുള്ളൂ. അപ്പം അല്പം ഭാഗ്യതടസ്സം ഉള്ളവരും പരിഹാരം ചെയ്യണം. നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നവരും അത് കൂടുതൽ പ്രയോജനപ്പെടാൻ വേണ്ടി പരിഹാരങ്ങൾ ചെയ്യണം. ചിലർ പറയത്തില്ലേ ഉള്ളപ്പോഴല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല സമയമുള്ളവരും പരിഹാരം ചെയ്യണം. അപ്പോഴാണ് ഫുൾ അത് പ്രയോജനം കിട്ടുന്നത്. ഇനി അല്പം ഭാഗ്യതടസ്സങ്ങളൊക്കെ ഉള്ളവരും അവരും പരിഹാരം ചെയ്താൽ ഏത് ദോഷ സമയവും ഏറ്റവും നല്ല സമയമാക്കി മാറ്റാനും സമ്പത്തും ഐശ്വര്യം ഉണ്ടാക്കാനും പറ്റും. ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. എന്നാലാകുന്ന രീതിയിൽ എനിക്ക് ശരിയും തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരാളോട് ഒരു നക്ഷത്രഫലം വെച്ച് തന്നെയാണ് ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊരു വീഡിയോ പറഞ്ഞിരുന്നു. അത് അയാളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് അനുഭവത്തിൽ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ചില പരിഹാരങ്ങളിലൂടെ ചെയ്തു. ഒരു കുഴപ്പമില്ല. എങ്കിലും കുറച്ച് ഒരു പ്രതിസന്ധികളുണ്ടായി. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഞാൻ വെറുതെ ഈ നക്ഷത്രം നോക്കി അങ്ങനെ അതല്ല. നമ്മളത് ശരിയെന്ന് ബോധ്യമുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതൊന്നും ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നോ ഒരാഴ്ച ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നോ വിചാരിച്ചാരും നോക്കണ്ട. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക. അതൊക്കെ ആവശ്യമുള്ളവർ ഇത്രയും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വർക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയും. അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഇതാണ് സാഹചര്യം. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറില്ല. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഭഗവാനെ നിർത്തിയാണ് പറയുന്നത്. എങ്കിലും അതുകൊണ്ടാണ് മുൻഗണനാക്രമത്തിൽ ഇങ്ങനെ വർക്ക് എടുത്തെടുത്തങ്ങ് പോവുകയാണ്. ഒരു ഡേറ്റ് ഇട്ടു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. ശിവശിവ എന്ന് നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആകത്തില്ല. കാരണം എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. ആ ഭഗവാനെ ഓരോ സമയം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഈ സമയം ഇത് കാണുന്ന എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവശിവ. ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യം മേടക്കൂറുകാരെയാണ് പറയുന്നത്. മേടക്കൂറ് അതായത് അശ്വതി, ഭരണി, കാർത്തിക, കാല അല്ലെ കാർത്തിക 1-ാം പാദം എന്ന് പറയാം. ഈ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങളും ഗുണങ്ങളും മെച്ചമായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. അതോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പുതിയ സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. അതുപോലെ തൊഴിൽപരമായ സ്ഥാനചലനങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിവതും തൊഴിലിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. ഒരു 6-8 മാസം കഴിഞ്ഞാൽ, ഒരു 6 മാസം കഴിഞ്ഞെങ്കിലും തൊഴിലിൽ നിന്ന് മാറിയാൽ വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് തൊഴിലിൽ നിന്ന് അധികം മാറുന്നത് അത്ര ഗുണകരമായിരിക്കില്ല. കാരണം ലോണെ കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നവരുണ്ടെങ്കിൽ പുതിയൊരു തൊഴിൽ കിട്ടാൻ ചിലപ്പോൾ താമസം എടുക്കും. നിങ്ങൾ ജോലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ജോലി വേറൊരിടത്ത് പറഞ്ഞു വെച്ചാൽ പോലും
ഈ സമയത്ത് ജോലി നിറങ്ങിയാൽ ചിലപ്പോൾ ആ ജോലി നിങ്ങൾക്ക് കിട്ടാനോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനോ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. പിന്നെ ചിലപ്പോൾ നടക്കാം. ഞാനൊരു സാധ്യത പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. തൊഴിൽപരമായ ഈ സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാം എന്ന് കരുതി പെട്ടെന്ന് തൊഴിൽ മാറാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചാൽ കൂടുതൽ നന്നായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയുന്നത് പൊതുവെ ആരും തള്ളിക്കളയാറില്ല. പക്ഷേ അത് നിങ്ങൾക്ക് വേണം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ കൃഷ്ണന് വ്യാഴാഴ്ച നെയ്വിളക്ക്, പുരുഷ സൂക്താർച്ചന ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുന്നതല്ല രാവിലെ. അതുപോലെ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഇത് ആവർത്തിക്കുന്നതാണ്. പിന്നെ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ ഒരു രക്തപുഷ്പാഞ്ജലി കൊടുത്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. പെട്ടെന്ന് മാറ്റങ്ങൾ വരുവാനും കൂടുതൽ അനുകൂലമാകാനും സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകാനും അതും മതി. മനസ്സിലാവുന്നുണ്ടോ? അത് മതി. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക, പിന്നെ പരിശ്രമിക്കുക. എന്ത് ചെയ്താലും നമ്മളുടെ ഒരു പരിശ്രമം, പ്രയത്നം കൂടെ എല്ലാത്തിനും വേണം. ഇനിയും പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രം 2, 3, 4 പാദങ്ങൾ. കാർത്തിക മുക്കാലെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. എൻ്റെ ഒരു ശൈലി അതാണ്. അതുകൊണ്ടാണ് ഈ 2, 3, 4 പാദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുക്കാലെന്ന് പറഞ്ഞാൽ കാര്യം തീർന്നു, കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലായിക്കോട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി അങ്ങനെ. അപ്പം ഇടവക്കൂർ കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരം 1, 2 പാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങൾ വരുന്നതാണ് ഇടവക്കൂർ. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ധനലാഭം, പുതിയ വരുമാന മാർഗത്തിനുള്ള സാധ്യതകൾ, സ്ഥാനമാനങ്ങൾ, ഐശ്വര്യം, വിവിധ തരത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങൾ, സാമ്പത്തികമായ നല്ല അനുഭവങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം തന്നെയാണ്. എങ്കിലും ഒരു ചിലർക്ക് ചിട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അടിക്കാം. അങ്ങനെയുള്ള ഒരു സമയം കൂടിയാണ്. ഒരു തുലാം മാസത്തിന് ശേഷം ഏതൊരു കാര്യത്തിനും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇടവക്കൂറുകാർ തുലാം മാസത്തിന് ശേഷം ഏതൊരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച കൃഷ്ണന് ത്രിമധുരം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. അതുപോലെ ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച വെള്ള നിവേദ്യം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ പരിശ്രമിക്കുക. വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആ സമയം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ വളരെ സാമ്പത്തികമായ ധനനേട്ടങ്ങളും ഒക്കെ വന്നു ചേരുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഭഗവത് കൃപ ഉണ്ടാകുമ്പോൾ സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മിഥുനക്കൂറ് മകയിരം 3, 4 നക്ഷത്രപാദങ്ങൾ, തിരുവാതിര പുണർദം 1, 2, 3 നക്ഷത്രപാദങ്ങൾ. ഇത്രയും നക്ഷത്രപാദങ്ങൾ വരുന്നതാണ് മിഥുനക്കൂറ്. അപ്പം മിഥുനക്കൂറുകാർക്ക് ഭൂമി, വീട് ഇതൊക്കെ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കാം. അത്തരം കാര്യങ്ങൾ നടക്കാം. വീടോ ഭൂമിയോ ഒക്കെ വാങ്ങാൻ അത്തരത്തിൽ പരിശ്രമങ്ങൾ ചെയ്യുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കാവുന്ന സമയമാണ്. പിന്നെ തൊഴിൽപരമായ ഏതൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം എന്ന് കരുതി നല്ല കാര്യങ്ങളും തൊഴിൽ മാറ്റങ്ങളും ഉയർച്ചയൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും കൂടുതലും ഒരു തൊഴിൽപരമായ പ്രതിസന്ധികൾ, അതുപോലെ ഒരു തൊഴിൽ മാറ്റങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം. പുതിയൊരു തൊഴിലിലേക്കൊക്കെ പ്രവേശിക്കുന്നത് വളരെ ആലോചിച്ച് വേണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാറുക, അല്ലെങ്കിൽ ഒരു 8 മാസം കഴിഞ്ഞ് തൊഴിൽ മാറ്റം നടത്തുക. തൊഴിൽ പ്രശ്നമുള്ളവർക്ക് അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരു 8, 9 മാസം കഴിഞ്ഞൊരു തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാറാം, എൻ്റെ അതൊന്നും തെറ്റില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും അതുമല്ല, കലഹങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിന്നെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ ഒക്കെ അത് നടക്കുന്ന സമയമാണ്. അത് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നടക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കും. പിന്നെ ഈ വിവാഹകാര്യം പറയുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വിവാഹാദി കാര്യങ്ങൾ ഇപ്പം പഴയ പോലല്ല. ഇപ്പോൾ ഒരുപാട് വിവാഹാദി കാര്യങ്ങൾക്ക് വളരെ ആളുകൾ വിവാഹം നടക്കാതെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ഇപ്പം വീട്ടുകാർ കൂടി അങ്ങ് തീരുമാനിക്കും, വിവാഹം നടക്കും. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക്
അവരുടേതായ ചില നിലപാടുകളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം നല്ലതായിട്ട് കാണും, അവരുടെ ചില കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്. അപ്പോൾ അത് ഒത്തു വന്നാലേ അവർ വിവാഹത്തിന് സമ്മതിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹം താമസിക്കുന്നതിൻ്റെ കാര്യം. അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. അതിനകത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നന്നായിട്ട് പരിശ്രമിക്കുക, തീർച്ചയായിട്ടും വിവാഹങ്ങൾ നടക്കുമെന്നുള്ളതാണ് കേട്ടോ. അത് മനസ്സിലാക്കുന്ന കാലത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പരിശ്രമം കൂടുതൽ കൊടുക്കുക, പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും നിലപാടുകളിൽ കുറച്ചൊരു അയവ് വരുത്തണം. അതായത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അല്ലെ ഞാൻ കെട്ടാൻ പോകുന്ന പുരുഷൻ ഇത് ഇന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ഇന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഇന്ന ജോലി ഉണ്ടായിരിക്കണം, ഇങ്ങനെ കർക്കശമായ ചില നിലപാടുകളുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അത് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അവനവൻ്റെ ഇഷ്ടപ്രകാരം ഉള്ള കാര്യങ്ങൾ അവനവൻ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റെന്ന് പറയാൻ ഒക്കത്തില്ല. അതും അവനവൻ്റെ ഒരു ആവശ്യമാണ്. പിന്നെ ആൺകുട്ടിക്കാണേലും പെൺകുട്ടിക്കാണേലും ഇപ്പോഴത്തെ കാലത്ത് ജോലി അത്യാവശ്യമാണ്. അതിനൊക്കെ വേണ്ടി കുറേ വർഷങ്ങളാകുന്നതുകൊണ്ടാണ് ഈ വിവാഹം നടക്കാൻ പലപ്പോഴും താമസിക്കുന്നതിൻ്റെ ഒരു കാര്യം. അതൊക്കെ ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ആവശ്യകത തന്നെയാണ്, നല്ലൊരു ജോലി നേടുക എന്നുള്ളത്. അതൊക്കെ വിവാഹം താമസിക്കുന്നതിനകത്തൊരു കാരണമാണ്. അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കി അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കുക, ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ഒരുപാട് വിവാഹങ്ങളിപ്പം താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതെല്ലാവരും വലിയ എന്തോ ഒരു ദോഷം പോലെയോ പ്രശ്നം പോലെയോ ഒക്കെയാണ്. അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ വീട് മെയിൻ്റെനൻസ്, വീട് ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീട് മാറ്റം, വീട് മെയിൻ്റെനൻസ്, ഭൂമി വാങ്ങുക, വീട് വാങ്ങുക, ഇതൊക്കെ പറ്റിയെന്നല്ല, ഇതൊക്കെ നടക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് പലർക്കും ഈ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കും. എന്ന് വെച്ചാൽ പരിശ്രമിക്കുക കൂടെ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. പിന്നെ ഈ തുലാമാസത്തിന് ശേഷം കൂടുതൽ നല്ല മാറ്റങ്ങൾ, കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യം, സമ്പത്ത്, ഉയർച്ച, ചിട്ടി അതുള്ള കാര്യങ്ങളൊക്കെ അടിക്കാൻ അത് തുലാമാസത്തിന് ശേഷം കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ചിട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ തുലാം മാസത്തിന് ശേഷം അടിക്കാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അതിന് മുമ്പ് അടിക്കത്തില്ലെന്നല്ല. അപ്പോൾ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ തുലാം മാസത്തിന് ശേഷം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് കൂടുതൽ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബുധനാഴ്ച കൃഷ്ണൻ അവൽ നിവേദ്യം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. സാധിക്കുന്ന പോലെ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക കേട്ടോ, നല്ലതായിരിക്കും എന്നുള്ളതാണ്. കർക്കിടകക്കൂറ്, പുണർതം നക്ഷത്രം 4-ാം പാദം, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ഇത് വരുന്ന രാശിയാണ് കർക്കിടകക്കൂറ്. ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയായ കർക്കിടകക്കൂറി വരുന്നവർ അവരുടെ സാമാന്യ ഫലങ്ങളാണ് പറയുന്നത്. കുടുംബ സമാധാനം ഉണ്ടാകാം, വീട്ടിൽ കുറേ നല്ല സമയങ്ങൾ ചെലവഴിക്കാൻ ഇവർക്ക് പറ്റും, യാത്രകൾ ഉണ്ടാകാം, തീർത്ഥയാത്രകൾ, പുണ്യസ്ഥലങ്ങൾ പോകാൻ അവസരങ്ങൾ ഇവർക്കുണ്ടാകാം. അത് പ്രയോജനപ്പെടുത്തണം. അത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. പിന്നെ തൊഴിൽപരമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കാൻ സാധിക്കുന്നതിൻ്റെ മറ്റൊരു വശം. എന്ന് കരുതി വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ചെറിയ തൊഴിൽപരമായ ചില തൊഴിലിൽ നിന്ന് അല്പം ചിലപ്പോൾ ഒന്ന് വിട്ടു നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു ചെറിയ അവധി എടുക്കേണ്ടതോ വിട്ടു നിൽക്കേണ്ടതോ ചില സാഹചര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാം. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ലെങ്കിലും ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കൊരു ആരോഗ്യപരമായിട്ട് എപ്പോഴും ഒരു സുഖഹാനി, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചിലർക്ക് അങ്ങനെ ഉണ്ടാകേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ, സാമാന്യ ഫലങ്ങളാണ് ചിലർക്കെങ്കിലും. പിന്നെ തീർത്ഥയാത്രകളും കുടുംബത്തിലെ കുടുംബജനങ്ങളുമായി ബന്ധുക്കളുമായിട്ടൊക്കെ ചിലവഴിക്കാൻ സമയങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തീർത്ഥയാത്രകൾ അല്ലെ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ ഇവർക്ക് ഈ സമയത്ത് അവസരം ഇങ്ങോട്ട് വരും. അപ്പോൾ അതങ്ങ് മുതലാക്കിക്കോണം, നിങ്ങളങ്ങ് പൊക്കോണം. അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അത് നിങ്ങൾക്ക് ഈ സമയം ഏറ്റവും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകാനും നിങ്ങളുടെ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറും. അന്ന് വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. നല്ല സമ്പത്തും ഐശ്വര്യം ഒക്കെ ഉണ്ടാകാനും ഉപകരിക്കും. പിന്നെ ഞാൻ ഈ നക്ഷത്ര രാശി വരുന്ന ഒരാളോടാണ് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അത് നടന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്ത്, വലിയ കുഴപ്പമില്ല. ഈ നക്ഷത്ര രാശി വരുന്ന ഒരാളോടാണ്. അപ്പോൾ ഇതൊക്കെ ചില കാര്യങ്ങൾ സാമാന്യ ഫലങ്ങളാണെങ്കിൽ പോലും ചില നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്. എന്നാലും അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും പരിഹാരം കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പുള്ളിക്ക് അത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് പരിഹാരം ഗുണം ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനിയും അപ്പോൾ ഇതെല്ലാം സാമാന്യ ഫലമാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്നതെല്ലാം ഇതൊക്കെ ജനിച്ച സമയം വെച്ച് ഇതെല്ലാം വ്യത്യാസം വരും കേട്ടോ. അത് മനസ്സിലാക്കുക ഈ പറയുന്ന മുഴുവൻ. ഇനിയും ചിങ്ങൻ രാശി
ചിങ്ങ രാശി. അപ്പം ചിങ്ങ രാശിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മകം, പൂരം, ഉത്ര 1-ാം പാദം വരുന്നതാണ് ചിങ്ങൻ രാശി. അപ്പം ചിങ്ങൻ രാശിക്കാർ ഈ സമയത്ത് അവർക്ക് തൊഴിൽപരമായ നല്ല മാറ്റങ്ങളും ഒക്കെയുള്ള അവസരങ്ങൾ വരാം. അത് പ്രയോജനപ്പെടുത്തണം. നല്ല രീതിയിൽ ഈശ്വരാധീനത്തോടുകൂടി ചിലർക്ക് പ്രമോഷൻ ഉണ്ടാകാം, ചിലർക്ക് ഭൂമി, വീട് ഇങ്ങനെയുള്ള മേടിക്കാനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാകാം. ഈ സമയത്ത് വീടൊക്കെ വെച്ചാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അധിക ചിലവുകൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളൊരു 5-6 മാസം മുന്നോട്ട് തള്ളിയിട്ട്, അതായത് 5-6 മാസം കഴിഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ 2025 ഓഗസ്റ്റ് 17 മുതൽ മുന്നോട്ടൊരു 6 മാസം കഴിഞ്ഞ് ആ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാഹനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവനോ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ സാമ്പത്തികപരമായ ഏതൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിങ്ങളോട് ഒരാൾ വന്നേച്ച് പറയുക, ഇച്ചിരി പണം കടം തരാമോ, അടുത്ത ആഴ്ച വന്നേക്കാം, അടുത്ത ആഴ്ച പോയിട്ട് ഈ അടുത്ത ഇടയിലെങ്ങും നോക്കണ്ട. ചിലർ ചിലപ്പോൾ തരും, പക്ഷേ എന്നാലും ചിലപ്പോഴങ്ങനെ അബദ്ധം സംഭവിക്കാം. നിങ്ങൾ ആലോചിച്ച് അന്വേഷിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക സാമ്പത്തിക ഇടപാടുകൾ. അതുപോലെ ആർക്കെങ്കിലും സ്വർണ്ണം പണയം വെക്കാൻ കൊടുക്കുക. ഈ സമയത്ത് എന്തെങ്കിലും ഇതുപോലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ചെയ്താൽ അത് നമുക്ക് ചിലപ്പോൾ നഷ്ടം വരാം. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഞാനൊരു സാധ്യതകളാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഈ സമയങ്ങളിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, നടുവിന് വേദന, മുട്ടിന് വേദന, പല്ലിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. സാരമായ കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഈ ഞരമ്പ് സംബന്ധമായ കാര്യങ്ങൾ, പെടൽ വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നല്ല മാറ്റങ്ങളും ഉയർച്ചകളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകാനും യോഗമുണ്ട്. പിന്നെ കൂടുതൽ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച അഷ്ടോത്തരാർച്ചനയും വെള്ള നിവേദ്യവും ത്രിമധുരവും കൂടെ സമർപ്പിക്കുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ശിവന് ശനിയാഴ്ച വൈകിട്ട് നെയ്വിളക്ക് സമർപ്പിക്കുക. ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക. ഇത് നല്ലതാണ്. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് എന്നോട് ഈ കുറച്ച് നാൾ മുമ്പ് ഒരാൾ പെര വെക്കുന്ന കാര്യം വന്നിട്ട് പറഞ്ഞു. ഒരു പെര വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അത് ചിലപ്പോൾ എന്തെങ്കിലും അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വെക്കണ്ട, ഒരു 8 മാസം കഴിഞ്ഞ് വെച്ചാൽ മതി. അപ്പം പുള്ളി പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ അവരുടെ ആ ഒരു പെരയൊക്കെ വെച്ചു. പക്ഷേ അത് സാമ്പത്തിക പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അത് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ കണക്കൂട്ടൽ ശരിയാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ സാമ്പത്തിക പല പ്രതിസന്ധികളും വരാം. അപ്പോൾ അത് എന്തായാലും ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഗുണം ചെയ്താന് എന്നെനിക്ക് ഈ അവസരത്തിൽ ഞാനത് ഓർക്കുകയാണ്. ഈ രാശി പറഞ്ഞപ്പോൾ ഓർത്തന്നേ ഉള്ളൂ. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്, അന്ന് 8 ശനി നിൽക്കുന്ന സമയത്താണ് അന്ന് ഇപ്പോഴല്ല, കുറച്ച് വർഷം മുമ്പാണ് 8 ശനി നിൽക്കുന്ന ഒരാളാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ 8-ലാണേലും 9-ലാണേലും ശനി വരുമ്പോൾ നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം. സാമ്പത്തികമായിട്ടുള്ള ചിലപ്പോൾ നടക്കും, പക്ഷേ നമ്മൾ അവിടുന്ന് എല്ലാം കടം മേടിച്ച് ലാസ്റ്റ് ഈ കടം വീട്ടാൻ ചിലപ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുകൾ വരും. ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ഇത് വീട്ടിൽ നടക്കാൻ പ്രതിസന്ധി ഉണ്ടാകും. നമ്മുടെ കണക്കൂട്ടലുകൾ ചിലപ്പോൾ തെറ്റാം. പ്രത്യേകിച്ച് 8 ശനി നിൽക്കുമ്പോൾ ചാരവശ. അപ്പോൾ അത് ഒന്നുകിൽ ഒരു 6-8 മാസം മുന്നോട്ട് തള്ളി ചെയ്യുക. അപ്പോഴത്തേനും അതിൻ്റെ എഫക്റ്റ് കുറയും, അത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈശ്വരാധീനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ജനിച്ച സമയം വെച്ച് ഇതിലൊക്കെ മാറ്റം വരാം. ഇപ്പോൾ ജനിച്ച സമയം വെച്ച് അവരുടെ പിന്നെ ഗ്രഹനില ശനി നല്ല രീതിയിൽ നിൽക്കുന്നെങ്കിൽ അതൊന്നും ബാധിക്കത്തില്ല. നല്ല ഉയർച്ചകൾ തന്നെ ഉണ്ടാകും, അതൊന്നും ബാധിക്കത്തേയില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാം. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. എന്തായാലും ഒരു മനസ്സിൽ തോന്നിയ ഒരു ഓർമ്മ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിട്ട് ഒന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. ഇനിയും ബാക്കി വിഷയത്തിലേക്ക് വരാം. പറയാൻ പോകുന്ന കന്നിക്കൂറുകാരെ കുറിച്ചാണ്. ഉത്രം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം നക്ഷത്രം, ചിത്തിര 1, 2 നക്ഷത്ര പാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന രാശിയാണ് കന്നിരാശി. അപ്പം കന്നിക്കൂറുകാർക്ക് അതായത് ഉത്തരം 1, 2, 3, 4, അതായത് ഉത്തരത്തിൽ 3/4, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം.
എന്ന് കരുതി ആലോചിച്ച് അന്വേഷിച്ചാൽ ചെയ്യാവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യതയുള്ള സമയമാണെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും അവനവൻ്റെ യുക്തിയും അവനവൻ്റെ പ്രയത്നവും അവനവൻ്റെ ശ്രദ്ധയും കൂടെ ഉപയോഗപ്പെടുത്തണം കേട്ടോ. അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനങ്ങൾ ഒക്കെ, വാഹനം, ഭൂമി, വീട് മാറ്റം ഒക്കെ ഉണ്ടാകാം. പിന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. തൊഴിൽപരമായിട്ട് തൊഴിൽപരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകാം, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. സാമ്പത്തിക ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ അധികമായിട്ട് വിശ്വസിക്കരുത്. എന്ന് വെച്ചാൽ ആരും മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, ആരെ ഏൽപ്പിക്കരുത് ഒരു കാര്യം, സാമ്പത്തിക ഇടപാടുകൾ. പിന്നെ ഈ സമയത്ത് തൊഴിൽ മാറ്റം വളരെ ശ്രദ്ധിച്ച് വേണം. പുതിയൊരു തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ശ്രദ്ധിച്ച് ചെയ്യുക. തൊഴിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. മനക്ലേശം, പിന്നെ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഈ സമയത്തൊരു വഴക്കോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നിൽക്കണമെന്നില്ല. അത് ചിലപ്പം ഒരു പ്രശ്നങ്ങളായിട്ട് ചിലപ്പം വരാം. അതുകൊണ്ട് അത് നിങ്ങൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവുക. വഴക്കും കലഹങ്ങളും ഒന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക, നല്ലതായിരിക്കും. പിന്നെ ഈ സമയത്ത് ചില യാത്രകളും ഒക്കെ അവസരങ്ങൾ വരാം. തീർത്ഥയാത്രകളും പുണ്യക്ഷേത്രങ്ങളും ഒക്കെ ദർശനം ചെയ്യുന്നത് നല്ലതാണ്. ഈ സമയത്ത് നല്ല മാറ്റങ്ങളും കൂടുതൽ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കടുംബായുസം സമർപ്പിക്കുക. ചെമ്പരത്തിമാലയില്ലേ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുക. തിങ്കൾ, ശനി ദിവസങ്ങളിൽ ശിവന് രാവിലെ നെയ്വിളക്ക് തെളിയിച്ച് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ മാറ്റങ്ങൾ, കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉപകരിക്കുക എന്നുള്ളതാണ്. ഇനിയും വീട്, ഭൂമിയൊക്കെ വാങ്ങുന്നവർക്കും അതിന് ഈ സമയം ശ്രമിക്കാം കേട്ടോ. അതൊക്കെ കാര്യങ്ങൾ നടക്കാനൊക്കെ ഉപകരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാം കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് തുലാക്കൂറുകാരെ കുറിച്ചാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന ചിത്തിരയല്ല, തുലാക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ വ്യക്തമാക്കാം. തുലാക്കൂറുകാരെ കുറിച്ച് ചിത്തിര 3, 4 നക്ഷത്രപാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 നക്ഷത്രപാദങ്ങൾ. ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന തുലാക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചിത്തിരയും വരും. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. ഇത്രയും നക്ഷത്രപാദങ്ങൾ വരും തുലാക്കൂറുകാർ. ഇവിടെ ധനലാഭം ഉണ്ടാകാം, മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകാം. എന്നുകരുതി വിജയിക്കുമെന്നതിന് അർത്ഥമില്ല. പക്ഷേ എന്നുകരുതി ചിലർ വിജയിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ പരിശ്രമവും പോലിരിക്കും. പക്ഷേ അവസരങ്ങളുണ്ടാകാം, മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഭൂമി, വീട് ഇത്യാദി കാര്യങ്ങൾക്ക് ശ്രമിക്കാം, നല്ലത് തന്നെയാണ്. വളരെ തിരക്കുണ്ടാകാം. മറ്റുള്ളവരുടെ ജോലി കൂടി ചിലപ്പോൾ ചെയ്യേണ്ട സാഹചര്യങ്ങളോ വളരെ തിരക്കുകളോ ഒക്കെ ഉണ്ടാകാം. തൊഴിൽ ഉയർച്ച ഉണ്ടാകാം. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാം. പൊതുവെ അതൊരു വലിയ രീതിയിലുള്ള ഒരു സമയം, നല്ലൊരു മാറ്റത്തിനുള്ള സമയം തന്നെയാണ്. അത് പ്രയോജനപ്പെടുത്തുക. അതിന് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച ശിവന് വൈകിട്ട് കൂവളത്തിലുകൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കം ചെയ്യുന്നത് നല്ലതാണ്. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഇനി പറയാൻ പോകുന്നത് വൃശ്ചിക കൂറുകാരെ കുറിച്ചാണ്. അതായത് വിശാഖം നക്ഷത്രം 4-ാം പാദം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഈ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചിക കൂറുകാരെ കുറിച്ചാണ്. ഇവർക്ക് ഈ സമയങ്ങളിൽ സാമ്പത്തികം വരാം, നല്ല രീതിയിൽ തന്നെ. അത് വളരെ ശ്രദ്ധയോടുകൂടി ചിലവാക്കണം. കാരണം സാമ്പത്തികം വരുന്നതോടൊപ്പം അധിക ചിലവും ഉണ്ടാകാമെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ഈ സമയത്ത് നല്ല പുതിയ തൊഴിൽപരമായ പുതിയ ആശയങ്ങൾ, പുതിയ മാറ്റങ്ങൾ, ഇതിനൊക്കെയുള്ള അവസരങ്ങളും ഉണ്ടാകാം. എന്തായാലും സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യുന്നതും സാമ്പത്തികമായ ചിലവുകളും വളരെ ശ്രദ്ധിക്കണം. അധിക ചിലവുകൾ അപ്രതീക്ഷിതമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എപ്പോഴും ഇടയ്ക്കൊരു മനോദുഃഖങ്ങൾ ഉണ്ടാകാം. അത് എപ്പോഴും ഉണ്ടാകണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാം. പിന്നെ തുലാം മാസത്തിന് ശേഷം കൂടുതൽ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ വലിയ പേടിക്കേണ്ട കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ നമ്മൾ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ തട്ടി വീഴുക. ഇപ്പം പടിയുള്ള വീടാണെങ്കിൽ
പടിയെന്ന് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ വെക്കുക, അങ്ങനെ അശ്രദ്ധ കൊണ്ട് തട്ടി വീഴുക, കുളിമുറിയിൽ തെന്നി വീഴുക, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതാണ്. പിന്നെ ഒരു വീട്ടിലോട്ട് ഇപ്പം പട്ടി അതുപോലുള്ള ഇതിനൊക്കെ ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ. കാരണം ഇവർക്ക് ഇങ്ങനെ പറഞ്ഞ ചിലർക്കൊക്കെ ഈ പട്ടിയിൽ നിന്നൊക്കെ ആ സമയങ്ങളിൽ ചില ആപത്തുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഈ ശനി 5 വരുന്ന സമയത്ത് ഈ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ പട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുളിമുറിയൊക്കെ എപ്പോഴും വൃത്തിയാക്കണം, തെന്നി വീഴാതെ. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ മൈൻഡ് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. ശ്രദ്ധക്കുറവ് കൊണ്ട് അതുപോലെ കറണ്ട് ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ ഒരു കുഴപ്പമില്ല. കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലത് കേട്ടോ, കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതുപോലെ ഈ സമയത്ത് ബന്ധുജനങ്ങളുമായിട്ടും അല്ലെ അയൽപ്പക്കക്കാരുമായിട്ടും വഴക്കുണ്ടാക്കാനുള്ള ഒരു സാധ്യതകളുമുണ്ട്. അത് കൂടുതൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല അശ്രദ്ധ കൊണ്ടും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അത് അതിൻ്റെ അതേ കാര്യമല്ല, വേറെ കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ സമയം നല്ല നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാക്കാനും പറ്റും. പ്രത്യേകിച്ച് സന്താന വിഷയങ്ങൾ കൊണ്ടും മനോദുഃഖങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വലിയ ദോഷങ്ങളൊന്നുമല്ല, നല്ല ഐശ്വര്യങ്ങളും ഉയർച്ചയും പുതിയ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാകാം. ഈ പറഞ്ഞ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കൂടെ വേണം. അതോടൊപ്പം നിങ്ങൾ വ്യാഴാഴ്ച കൃഷ്ണന് ത്രിമധുരം, നെയ്വിളക്ക്, പുരുഷ സൂക്താർച്ചന ഇതൊക്കെ ചെയ്യുക, സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ ശിവന് ശനിയാഴ്ച രാവിലെ വെള്ള നിവേദ്യവും ഒരു ത്രിമധുരവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക, സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഭദ്രകാളിയമ്മയ്ക്ക് വെള്ളിയാഴ്ച ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മാത്രം ചെയ്യുക, സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച അതിൻ്റെ കൂടെ രാവിലെ ഗണപതി ഹോമം പോയിട്ട് ഭഗവതി സേവനം കൊടുക്കുക. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. കാരണം നിങ്ങൾക്കത് കൂടുതൽ ഗുണം ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാണ്. അതൊക്കെ അവനവൻ്റെ ആവശ്യം പോലെ, അവനവൻ്റെ ഇഷ്ടം പോലെ ആവർത്തിക്കുക, ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ നല്ലതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി ധനുക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. മൂല നക്ഷത്രം, പൂരാട നക്ഷത്രം, ഉത്രം നക്ഷത്രം, 1-ാം പാദം, ഈ നക്ഷത്രക്കാരെ കാര്യമാണ് പറയുന്നത്. ധനുക്കൂറ്. അപ്പോൾ ഇവർക്ക് ഇപ്പം വീട്, ഭൂമി, വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം ഇതൊക്കെ ഉണ്ടാകാം. ഇതിനൊക്കെ ശ്രമിക്കാം, നല്ലത് തന്നെയാണ്. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ മാറ്റങ്ങൾ നല്ല രീതിയിൽ വരുവാൻ വേണ്ടി ശിവന് ചില വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തൊഴിൽപരമായ ചില പ്രതിസന്ധികളും ഉണ്ടാകാം. അത് മാറാൻ വേണ്ടി ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിൽ കലഹം, അഭിപ്രായ വ്യത്യാസം, വഴക്ക് ഇതൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വഴക്കുകളൊക്കെ ഉണ്ടായാൽ അത് ചിലപ്പം പിന്നീട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം. അത് ചെറിയ രീതിയിൽ അവസാനിക്കണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ, വഴക്കിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. പിന്നെ നല്ല യാത്രകളൊക്കെ പോകാൻ ശ്രമിക്കുക. ചിലർക്ക് വാഹനം മേടിക്കാൻ പറ്റും, ചിലർക്ക് പുതിയ വീടും ഒക്കെ സ്ഥലമൊക്കെ മേടിക്കാൻ പറ്റും. അതൊക്കെ ശ്രമിച്ചാൽ നടക്കും. പിന്നെ തൊഴിൽപരമായിട്ട് ചെറിയ പ്രതിസന്ധി ഉണ്ടായാൽ പോലും പിന്നീട് നല്ല ഡെവലപ്മെൻറ്റിലേക്ക് വരും, സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പം ചെയ്യാവുന്ന കാര്യം, ശിവന് വ്യാഴാഴ്ച ദിവസം ഭഗവാന് ഒരു നെയ്വിളക്കും ഒരു വെള്ള നിവേദ്യവും കൂടെ കൊടുക്കുക. അതോടൊപ്പം ശനിയാഴ്ച ഭഗവാനൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു വെള്ള നിവേദ്യവും കൂടെ കൊടുക്കുക. അതുപോലെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച അഷ്ടോത്തരാർച്ചനയും ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക കേട്ടോ, നല്ലതായിരിക്കും. ഇത് ജീവിതത്തിൽ കൂടുതൽ ഒരു ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ്. ഈ പറയാൻ പോകുന്നത് മകരം രാശി വരുന്ന ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ്. അവർക്ക് തൊഴിൽ വിജയം, തൊഴിൽ മാറ്റം, തൊഴിൽപരമായ പുതിയ നല്ല മാറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. തൊഴിൽ അഭിവൃദ്ധി, സ്ഥാനമാറ്റങ്ങൾ, ചിലർക്ക് ചില മത്സരങ്ങളിൽ ഒക്കെ മത്സരിക്കാനുള്ള അവസരങ്ങൾ, ചിലർക്ക് ചില സ്ഥാനങ്ങൾ ഒക്കെ ലഭിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, തൊഴിലഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാം. ഭൂമി, വീടൊക്കെ വാങ്ങേണ്ടവർക്ക് ശ്രമിച്ചാൽ നല്ല രീതിയിലൊക്കെ നടക്കും. പിന്നെ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്കും കടുംപായസം ചെയ്യുന്ന നല്ലതാണ്, സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. അതോടൊപ്പം വെളുത്തവാവിൻ്റെ അന്ന് ശിവന് പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്കം ചെയ്യുന്ന നല്ലതാണ്, അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ശനിയാഴ്ച വൈകിട്ട് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ശിവന്. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് അത് കൂടുതൽ ഗുണമുണ്ടാകും എന്ന് തന്നെയാണ്. എങ്കിലും ഏതൊരു സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് കൂടി ഉണ്ട്. അത് നല്ലതായിരിക്കും ശ്രദ്ധിക്കുന്നത്. കൂടുതലും നല്ല ഗുണഫലങ്ങൾ, ഒരു ഉയർച്ച ഉണ്ടാക്കാവുന്ന സമയങ്ങൾ തന്നെയാണ്. അത് പ്രയോജനപ്പെടുത്തുക കേട്ടോ.
ഇനിയും കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അവിട്ടം 3, 4 നക്ഷത്രപാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 നക്ഷത്രപാദങ്ങൾ. സാമ്പത്തികമായിട്ട് ഇവർക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ, അവസരങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ സാമ്പത്തികപരമായി ഏതൊരു കാര്യവും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പുതിയ അവസരങ്ങൾ ഉണ്ടാകാം, അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അത് ശ്രദ്ധിക്കണം, എന്നാലേ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. അത് എന്നുകൂടിയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ആലോചിച്ച് ശ്രദ്ധയോടുകൂടി ഏതൊരു സാമ്പത്തിക കാര്യം ചെയ്യണം. പിന്നെ ചെയ്യേണ്ട ചില നല്ല വഴിപാടുകളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം തൊഴിൽ പരമായ കാര്യങ്ങളും ഒക്കെ വളരെ ഒരു നല്ല രീതിയിൽ ഒരു കൂടുതൽ ഉയർച്ചയിലേക്ക് വരാൻ കൂടുതൽ അതിൽ ശ്രദ്ധ ചെലുത്തണം. തൊഴിലിൽ അലസതയൊന്നും പാടില്ല. അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലെ കലഹങ്ങളോ വഴക്കങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈ മദ്യപാന ലഹരി അതുള്ള കാര്യങ്ങളൊന്നും കൂട്ടുകൂടി കഴിവതും ചെയ്യരുത് ഈ ദോഷ സമയങ്ങളിൽ. അതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരാം. അതൊക്കെ ശ്രദ്ധിക്കുക. അവനവൻ്റെ ഇഷ്ടം പോലെ അതൊക്കെ മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഗുണമുണ്ടാകും. പിന്നെ യാത്രകൾ, തീർത്ഥയാത്രകൾ ചെയ്യുന്നത് നല്ലതാണ്. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് വലിയ ഗുണങ്ങളുണ്ടാകും. തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും വെള്ള നിവേദ്യം ചെയ്യുന്ന വളരെ മാറ്റം വരുത്തും. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും സമർപ്പിക്കുക. ഒരു കടുംബായുസം കൂടെ കൊടുക്കുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. വലിയ ഐശ്വര്യങ്ങളെ നൽകുമെന്നുള്ളതാണ്. പറയാൻ പോകുന്ന മീനക്കൂറുകാരെ കുറിച്ചാണ്. അതായത് മീനക്കൂറുകാർ, അതായത് പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന മീനക്കൂറുകാരെ കുറിച്ചാണ്. ഈ മീനക്കൂറുകാർ തൊഴിൽപരമായിട്ട് ഒരു നല്ല ചേഞ്ചുകളൊക്കെ ചിലർക്ക് ഉണ്ടാകാം. എങ്കിൽ ചിലർക്ക് പക്ഷേ തൊഴിൽപരമായിട്ട് പ്രതിസന്ധി ഉണ്ടാകാം. പുതിയ തൊഴിലെന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടാകാം. ചിലർക്കത് ഗുണമാകും, ചിലർക്കത് ഗുണമാകണമെന്നില്ല. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു, ഈ നക്ഷത്രത്തിൽ വരുന്ന രേവതി ഒരു നക്ഷത്രക്കാരൻ ചോദിച്ചു, സാറേ ഞാൻ ഗൾഫിലാണ്, നാട്ടിൽ വന്ന പുതിയൊരു കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പോൾ വേണ്ട, ഒരു 9 മാസം കഴിഞ്ഞ് മതി. കാരണം പാവപ്പെട്ടവൻ്റെ പൈസ പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ അവനവന് ഇഷ്ടം പോലെ ചെയ്യാതിരിക്കുക, അതൊക്കെ വേറെ കാര്യം. എന്നോട് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് ഗുണം ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ്, തൊഴിൽപരമായിട്ട് പുതിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. അതൊരു 9 മാസമൊക്കെ കഴിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു 9 മാസത്തിനുള്ളിൽ ഈ ഓഗസ്റ്റ് 17, 2025 മുതലുള്ള ഒരു കൊല്ലത്തേക്കുള്ള സാമാന്യ ഫലം പറയുന്നത്. അപ്പം ഒരു 9 മാസത്തിനുള്ളിൽ അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ധനം നഷ്ടപ്പെടാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ ജപിക്കുക. 1 നാരായണ 3 തവണ ജപിക്കുക. ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക. വാഗുകൊണ്ട് ജപിക്കുക. പക്കനാൾ തോറും ശിവന് കരിക്കഭിഷേകം, മൃത്യുഞ്ജയ അർച്ചന, ജലധാര, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക. തിങ്കളാഴ്ച ശിവന് രാവിലെ ഒരു നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് അഷ്ടോത്തര അർച്ചനയും കടുംബായുസും കൂടെ ചെയ്യുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച അതിൻ്റെ കൂടെ രക്തപുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ട് ഭഗവതി സേവനം സാധിക്കുന്ന പോലെ ചെയ്താലും നല്ലതാണ്. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. കൂടുതൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ നടക്കാം. അതായത് പുതിയ തൊഴിൽപരമായിട്ട് നല്ല ഡെവലപ്മെൻറ്റുകൾ നടക്കാം, ഉയർച്ചകളും ഉണ്ടാകാം. എങ്കിൽ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകും, നന്നായിരിക്കും. ഇത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. അത് ഞാൻ പൊതുവെ നക്ഷത്രങ്ങളെക്കുറിച്ച് അങ്ങനെ കുറവേ ഇടാറുള്ളൂ. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുന്ന ആളുകൾക്ക് അത് കാണാൻ താല്പര്യമില്ല. ചുമ്മാ ഇല്ലാത്ത കുറേ കാര്യങ്ങളോ പുകഴ്ത്തുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നത് പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആണ് എല്ലാം പറയുന്നത്. ശരിയെന്ന് തോന്നുന്ന ബോധ്യമുള്ള കാര്യം. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ, തള്ളിക്കളയാം. നിങ്ങളുടെ ഇഷ്ടം. എല്ലാം ഈ ഭഗവാൻ ശിവനിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിവശിവ.